ചാനൽ. നമ്മളെവിടെ പോവാ ഋഷി? നമ്മളുടെ ഫസ്റ്റ് റോഡ് ട്രിപ്പ്. ട്രിവാൻഡ്രം നമ്മൾ പോവാറുണ്ട് അല്ലേ? കരുനാഗപ്പള്ളി ട്രിവാൻഡ്രം പോവാറുണ്ട്. പക്ഷെ അതൊരു റോഡ് ട്രിപ്പായിട്ട് നമുക്ക് അങ്ങനെ വൈബ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ വൈബ് ചെയ്തോണ്ടിരിക്കുക. നല്ല സൂപ്പർ റോഡ്, സൂപ്പർ സ്ഥലം. അതെ, നേച്ചർ, ഹിൽ സ്റ്റേഷൻ. നാളെ ഋഷിയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു ട്രിപ്പ് ഉള്ളതാണ് പൊതുവെ. പറയണോ? അപ്പൊ ഇപ്രാവശ്യം നമ്മള് തെന്മല ഞാൻ പോയിട്ടില്ല. ഋഷി പോയിട്ടുണ്ടോ? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ട്. തെന്മല പോവാ. ആക്ച്വലി നല്ല രസമുണ്ട്. നമ്മള് മൂന്നാർ വൈബ് ഉണ്ടോ എന്ന് ചോദിച്ചാ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ ഉച്ചയായി, 11 മണിയായി. പക്ഷെ ഒരു സുഖം വരുന്നുണ്ട്. ഇപ്പൊ AC ഇട്ടതൊക്കെ കാറില് വെയിലൊന്നും അടിക്കുന്നില്ല. നമുക്കൊരു തണുപ്പ് വരുന്നുണ്ട്. പിന്നെ റോഡ് നല്ല രസമുണ്ട്, നല്ലൊരു വൈബുണ്ട്. നാളെ ബർത്ത്ഡേക്ക് അങ്ങനെ ഭയങ്കര വലിയ സർപ്രൈസ് ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒരു റിസോർട്ടിൽ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാം. നമ്മൾ നാളെ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ റിസോർട്ട് ഒരു വൈബുണ്ടെന്ന് വിചാരിക്കുന്നു. ഫോട്ടോസ് റിവ്യൂസ് ഒന്നും കുഴപ്പമില്ല. ഋഷിയുടെ അടുത്ത് ഞാൻ ആദ്യം പറയണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. വെച്ചാൽ തന്നെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ബുക്ക് ചെയ്യാൻ പറ്റിയില്ല, ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഋഷിയുടെ അടുത്ത് തന്നെ അഡ്വൈസ് ചോദിച്ചു. ഋഷിക്ക് മനസ്സിലായി നമ്മൾ പോകുന്ന കാര്യം അറിയാമായിരുന്നു അല്ലേ? തെന്മല പോകുമായിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിൽ നിന്ന് ഒരു 2 hours ട്രാവലിങ്ങേ ഉള്ളൂ തെന്മലയ്ക്ക്. അപ്പം വീട്ടിൽ വന്നിട്ട് പ്ലാൻ മാറ്റാമല്ലോ. പക്ഷെ നമ്മൾ റൂം ബുക്ക് ചെയ്താൽ നമ്മൾ പ്ലാൻ മാറ്റുമല്ലോ. അപ്പോൾ രാവിലെ ഇറങ്ങി നമ്മൾ പയ്യെ ഡ്രൈവ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചേ. 11:30 ചെക്കിൻ ടൈം കഴിഞ്ഞ് കാണുമല്ലേ? ഇറ്റ്സ് ഓക്കെ. ബ്രിട്ടീഷുകാരുണ്ടാക്കിയത് വരാറുണ്ട്. ആ കണ്ട ബ്രിഡ്ജ് മിക്കവാറും എല്ലാവർക്കും പരിചയം ഉണ്ടാവും. അത് പുനലൂരുള്ളൊരു ബ്രിഡ്ജാണ്. കുറേ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്സും പിന്നെ കുറേ റീൽസൊക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു അന്ന് ഉച്ച വെയിലാണ്, പിന്നെ നെക്സ്റ്റ് ഡേ ഈവനിങ് വരുമ്പോൾ കാണാം എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ മറന്നുപോയി. അങ്ങനെ നമ്മൾ തെന്മലയിലെത്തി. തെന്മലയിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തന്നെയായിരുന്നു നമ്മളുടെ റിസോർട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ തെന്മല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉള്ളിലോട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ പോകുന്നുണ്ട്. ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സൊക്കെ നടക്കുക. നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. പിന്നെ അവിടെ കുറേ ബോർഡ് ഗെയിംസും ഫൂസ് ബോളൊക്കെ കണ്ടാൽ പിന്നെ ഋഷി അവിടെ നിന്ന് ഇറങ്ങില്ല. നമ്മൾ കുറച്ചവിടെ കളിച്ചു. ഋഷി അതിൽ പ്രോയാ. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ലഞ്ച് കഴിച്ചു. ഇതായിരുന്നു ആ ഒരു റെസ്റ്റോറൻ്റ് എന്ന് നോക്കുമ്പം ഫുള്ള് ഗ്ലാസ്സാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കാണുന്ന വ്യൂ അതായിരുന്നു. പിന്നെ ക്രിസ്മസ് സീസൺ സ്റ്റാർട്ട് ചെയ്ത മിഡായി ഡിസംബർ. ബട്ട് അവർ ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങി. നമ്മളുടെ വീട്ടിലെ ട്രീ ആക്ച്വലി നമ്മൾ ഡിസംബർ 1 തന്നെ ഫുള്ള് സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലോബി പ്ലസ് റെസ്റ്റോറൻ്റാണ് ഉള്ളത്. നമ്മളുടെ സ്റ്റേ ആക്ച്വലി കുറച്ച് ദൂരെ ഉള്ളിലോട്ടാണ്. അവിടെ നിന്ന് നമുക്ക് ജീപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓൺ വെഹിക്കിൾ എടുത്തിട്ട് പോവാം. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് റൂമിൽ പോകാം എന്നായിരുന്നു പ്ലാൻ. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കുക. ഋഷി അവിടുന്ന് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ബുഫേ ലഞ്ച് മീൽസ് വെജ് മീൽസാണ് കഴിച്ചത്.
ഈ ഒരു റിസോർട്ടിൽ അവർ കുറേ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ലിസ്റ്റാണ് കണ്ടത്. പിന്നെ നമുക്കൊരു ഗൈഡൻസിൻ്റെ ഒരു ചേച്ചി ഉണ്ടായി വണ്ടിയിൽ കയറി നമുക്ക് റൂട്ട് പറഞ്ഞു തരാൻ വേണ്ടി. കുറച്ച് കറങ്ങി വേണം അതിൻ്റെ ബാക്ക് എൻട്രൻസിൽ കൂടെ ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ അടുത്തോട്ട് വരാം. നമുക്ക് ഉള്ളിൽ കൂടെ നടന്നും വരാം, പക്ഷെ വണ്ടി കൊണ്ടുവരണമെങ്കിൽ ചുറ്റി തന്നെ വരണം. ചെറിയൊരു റൂം ടൂറാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ വന്നപ്പോൾ എടുത്തില്ല, വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എടുത്തത്. എനിക്ക് ഈ റൂമിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഏരിയ ആയിട്ട് ഇതിൻ്റെ ബാത്റൂം. എൻ്റെ സ്വപ്നത്തിലുള്ള പോലത്തെ ഒരു ബാത്റൂമായിരുന്നു അത്. ഈവനിങ് ആയപ്പോൾ നമ്മൾ റെഡി ആയിട്ട് തെന്മല ഡാം കാണാൻ നമ്മൾ നിന്ന് സ്റ്റേയുടെ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പോകുന്ന വഴി ഭയങ്കര രസമായിരുന്നു കേട്ടോ. പോവാ കൊറേ ട്രക്കിങ്. ഓ ഇത്ര ദൂരം തിരിച്ചു പോവാന്ന് പറഞ്ഞാളാ. ടർഫിൽ ഓടുന്നവർക്ക് എന്താ ഇവിടെ നടക്കാൻ പറ്റാത്തെ? ഞാൻ ബിടെക് ട്രിപ്പിൾ ചെയ്യാം. നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് കാണാത്ത ഡാമുണ്ട്, ചെറുത് ഇറിഗേഷൻ ഡാമാണ്. നിങ്ങള് ഡാമിന്റെ അകത്താണോ പഠിക്കുന്നത്? ഡാമെന്നല്ല നമ്മൾ ഉണ്ടാക്കണത്. ഇതുണ്ടോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, കൃഷിക്കുള്ള ഡാമാണ്. കറണ്ടിന്റെ. നല്ല രസമുണ്ട്, നോക്കിയേ. സ്മൈൽ. അയ്യോ ഇനി ഇത്രയും സ്റ്റെപ്സ് കയറുണ്ടായിരുന്നെങ്കിൽ എറിഞ്ഞ അവിടെ ഇട്ടിട്ട് ഇവിടെ പിടിച്ച് ചവിട്ടിക്കും. അതെ, അത് പിന്നെ ഈസിയാണ്. പകുതി എഫർട്ട് കഴിക്കാണല്ലോ ഒന്ന് കാലിന്. ഇങ്ങോട്ട് നോക്കോ, ഇങ്ങോട്ട് നോക്കോ. അറസ്റ്റ് ചെയ്ത സ്ഥലം.
നമ്മളിവിടെ വരുമ്പോൾ ഒരു മങ്കീനെ കണ്ടില്ലേ? ആ മങ്കി ആക്ച്വലി തെന്മലയിൽ കംപ്ലീറ്റ് എനിക്ക് തോന്നുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ മങ്കികളാണെന്ന് തോന്നുന്നു. നമ്മൾ വരുന്ന വഴി ഇഷ്ടം പോലെ കണ്ടു. അപ്പോൾ ഈ പുള്ളിക്കാരൻ അവിടെ വരുന്ന എല്ലാവരുടെയും കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, തട്ടിപ്പറിച്ച് ഓടും. അപ്പോൾ നമ്മളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അടയ്ക്ക് കയ്യിൽ നിന്ന് അങ്ങനെ തട്ടിപ്പറിച്ച് ഓടുന്നുണ്ട്, ഉപദ്രവിക്കും, കയ്യിലൊക്കെ കയറി ഉപദ്രവിക്കുന്നുണ്ട് എന്നിങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി നമ്മളുടെ അടുത്ത് പിന്നെ പറഞ്ഞു. നമ്മളുടെ അടുത്ത് കുറച്ച് നേരം പുള്ളി സംസാരിച്ചായിരുന്നു. ഇങ്ങനെ ഈ മങ്കീസൊക്കെ ഉപദ്രവിക്കുമ്പം ആക്സിഡൻസ് ഒക്കെ ഡാമിൻ്റെ മുകളിൽ നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് അവർ വടി കൊണ്ട് നടക്കുന്നത്. അവരെ കാണുമ്പോൾ, അതായത് സെക്യൂരിറ്റി വിത്ത് വടി കാണുമ്പോൾ അവർക്ക് ആക്ച്വലി പേടി, അവർ ഓടാറുണ്ട്. നമ്മൾ താഴെ വന്നിട്ട് മാംഗോ ബാറൊക്കെ വാങ്ങിച്ചത്, അത് ഋഷിടയിൽ നിന്ന് ഒരുത്തൻ എടുത്തിട്ട് പോയി. എന്റെ പാട്ട് മതി നീ പാട്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് കറങ്ങിയിട്ട് റിസോർട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. റോഡൊക്കെ കാണാം, കാടിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നതൊക്കെ നല്ല രസമായിരുന്നു. നമ്മൾ ചെറുതായിട്ട് കുറച്ചധികം പോയിട്ട് തിരിച്ചിപ്പോൾ റിസോർട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക. നാളെ നമ്മൾ പാലരുവി വാട്ടർഫോൾസിൽ പോകാൻ പ്ലാനുണ്ട്. നമ്മൾ തിരിച്ച് റൂമിലോട്ട് വന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഉള്ളിലുള്ള പാത്ത് വേയിൽ കൂടെ റെസ്റ്റോറൻറ്റിൽ പോകാനായിരുന്നു പ്ലാന്. നിയർലി ഒരു 1 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. ആൻഡ് അത് ഒരു ചെറിയൊരു ട്രക്കിംഗ് പോലെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ ഉള്ളിൽ കൂടെ ഉള്ള വ്യൂ രാത്രിയും ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈറ്റിംഗ് ഒക്കെ ഇങ്ങനെ വാം ലൈറ്റിൽ കംപ്ലീറ്റ് ഒരു ഏരിയ നല്ല രസമായിരുന്നു. രാവിലെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കാണിച്ചിരുന്നൊരു പോണ്ടും ആ ഒരു ഏരിയ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അതൊക്കെ ഭയങ്കര വൈബായിരുന്നു, ഭയങ്കര സൈലൻസ് ആയിരുന്നു ഈ ഒരു ഏരിയയിൽ. നമ്മൾ രണ്ടുപേരും മാത്രമേ ആക്ച്വലി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഏരിയയിലാണ് ഇവിടെ സിപ്പ് ലൈനും ജയൻറ്റ് സ്വിങ്ങും ഒക്കെ ഉണ്ട്. അത് മറ്റേ മോർണിംഗ് ഈവനിങ് ടൈമിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നെക്സ്റ്റ് ഡേ എണീറ്റപ്പോൾ ഉച്ചയായി. അപ്പോൾ അതൊന്നും പോകാൻ പറ്റിയില്ല. ഇല്ല, അത് കിട്ടിയില്ല. എണീക്ക്. കൊള്ളാവോ? അയ്യോ ചേരട്ടെ. അയ്യോ സ്വയം എടുത്ത് ചാടിയിട്ട് പേടിയാണ്. കറങ്ങിച്ച അത് ഏജ് ലിമിറ്റ് എഴുതിയിട്ടുണ്ടാവേ. ചെറിയ കട്ടുള്ള റൈറ്റിലോട്ടുള്ള കല്ല് നടുക്കൂടെ നടന്നാൽ മതി. ഇതേ അവിടെ എന്താ? നമ്മൾ ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ എത്തി. വരുന്ന വഴിക്ക് കുറേ ടൈപ്പ് ഓഫ് ഇവരുടെ കോട്ടേജസ് കണ്ടു. മഡ് ഹൗസ്, ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ, പല പല ടൈപ്പുള്ള സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം കണ്ട്. കാറ്റ് വരുന്നു.
വാ കേട്ടോ. അവിടുന്ന് കാറ്റ് വരുന്ന സൗണ്ട് കേട്ടോ. അത് വണ്ടി പോകുന്നതാ. നമ്മളൊരു ചെറിയ വലിയ ട്രക്ക് കഴിഞ്ഞ് നമ്മളിലേക്ക് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാം. ഐ യു എക്സൈറ്റഡ്? ഇനി 2 hours കൂടെ ഉള്ളു ബർത്ത്ഡേക്ക്. കാണിച്ചേ, ക്ലോക്ക് കാണിച്ചേ. യെസ്. ഫിഷ് പിന്നെ ആ ശരി. ഓ ട്രീ സെറ്റ് ചെയ്തു. കൊള്ളാല്ലേ? Happy birthday. Thank you. ഡിന്നർ കൂടി കഴിച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് നടന്നു പോകാനുള്ള ഒരു ആംബിയർ 2 പേർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവരുടെ ജീപ്പിൽ നമ്മൾ റൂമിലേക്ക് എത്തിക്കും അവർ. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ബാഗ് ഗേറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു പാമ്പ്, കറുത്തിട്ടുള്ള നീളം കുറഞ്ഞൊരു പാമ്പിനെ ഞാൻ കണ്ടു എന്ന് പുള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് സ്ഥിരം ഉണ്ടാവാറുള്ളതാണ്. സകലമാന ടൈപ്പുള്ള പാമ്പുകൾ ഇവിടെ ഉണ്ട്. ആക്ച്വലി നമ്മൾ ഉള്ളിലേക്ക് ഈ നൈറ്റ് ട്രക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റിൽ ട്രക്ക് ചെയ്ത് പോയത് ഒട്ടും തന്നെ സേഫ് അല്ലായിരുന്നു. കുറേ കാടും മരങ്ങളും ഒക്കെ അല്ലായിരുന്നു. അത് കേട്ട് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് പിന്നെ പുറത്തോട്ട് പോലും ഇറങ്ങാൻ തോന്നിയിട്ടില്ല. വിൻഡോസൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തിട്ട് ആ റൂമിൽ തന്നെ ഇരുന്നു. ആ ഒരു ലൈറ്റ് കാണുന്നിടത്താണ് ഞാൻ പാമ്പിനെ കണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. അതിനെ കണ്ടൊന്നുമില്ല, ജസ്റ്റ് അത് പുറത്തോട്ടായിരുന്നു അന്നേരം പോയിക്കൊണ്ടിരുന്നത്. റൂമിൽ വന്നു. കുറച്ച് ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഈ ഒരു സെറ്റപ്പ് ഉണ്ടാവുമെന്ന് ഋഷി അങ്ങനെ വിചാരിച്ചില്ല. നമ്മളൊരു ചെറിയൊരു പ്രൈവറ്റ് പാർട്ടി പോലെ ഞാനിതങ്ങനെ സെറ്റ് ചെയ്തെടുത്തു. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്തൊന്നുമില്ല. ശരിക്കും ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ശരിക്കും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ വെച്ചിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. നീക്ക് ലൈറ്റ് കൊണ്ടുവരട്ടെ എന്നിട്ടേ ഉള്ളു. ഇല്ല 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 അവിടെ ഇരിക്കും. നമുക്ക് ഫോട്ടോ എടുക്കാം. ഉണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാർട്ട് പറഞ്ഞു. ഇതെന്റെ ഹാർട്ടാ കേട്ടോ. എക്സ്പ്രഷൻ ഉണ്ടല്ലേ. കേട്ടില്ല, ഒന്നൂടെ പറ. താങ്ക്സ്. വേണ്ട വേണ്ട, ഇത് പാട്ട് പാടിയാ പറയണ്ടേ.
നിന്റെയാണോ പാടിയത്? ശരി, കിടന്ന് ഉറങ്ങിക്കോട്ടാ. സമയം നോക്കി നോക്കി ഇരിക്കാൻ തോന്നണല്ലേ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു ഉച്ചയായി നമ്മൾ എണീറ്റിട്ട് നേരെ ചെക്കൗട്ട് ചെയ്തു. എന്നിട്ട് പോകുന്നത് പാലരുവി വാട്ടർഫോൾസിലോട്ടാണ്. പാട്ടും വന്നു. പുനലൂര്, തെങ്കാശി, നമ്മളുടെ പാലരുവി പോകുന്ന സിംഗിൾ പാറ പോലെ അല്ലേ? ഇതാണോ ഇനി അത്? ഇതാ ഇവര് പെയിന്റ് അടിച്ചു തോന്നുന്നുണ്ട്. വാവ്, നമുക്ക് തിരിച്ചു വരുമ്പോ ഇവിടെ ഇറങ്ങും. പിന്നെ മണ്ടയ്ക്ക് കയറാൻ പറ്റും. ഇതിന്റെ കേറാം. അപകടകരമാണ് യാത്ര. മണ്ടയ്ക്ക് കയറാം. വഴി തെറ്റി ചെക്ക് പോസ്റ്റിലെത്തി ഗൈസ്. ഇതപ്പുറത്ത് തമിഴ്നാടാ അല്ലേ? അല്ലേ? ആ, അതല്ലേ ചെക്ക് പോസ്റ്റ്. ടീൻ വണ്ടികളൊക്കെ വരുന്നു. മല നോക്കാം. അവിടെ വൻ സീന്. ഏത് വണ്ടിയാ? കൊല്ലം ബസ്സാണ്. തിരിക്കാൻ വേണ്ടി തമിഴ്നാട് വരെ പോവാണ്. യെസ്, നമ്മൾ തമിഴ്നാട്ടിലെത്തി ഗൈസ്. അയ്യോ, തിരിച്ചോളൂ തിരിച്ചോളൂ തിരിച്ചു. നമ്മുടെ വണ്ടി എടുത്തില്ലല്ലേ? നിനക്കറിയത്തില്ലായിരുന്നോ? ഓടിയോ? പാലരുവിയുടെ എൻട്രൻസ് നിന്ന് ഒരു 3.5 കിലോമീറ്റേഴ്സ് ഉള്ളിലോട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിയുകയാണെങ്കിൽ അവരുടെ തന്നെ ബസ്സിൽ നമ്മൾ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തും. അങ്ങനെയാണ് പോകുന്നത്. ചെറിയ റോഡാണ്, അപ്പോൾ ഫോറസ്റ്റ് ഏരിയ ആണ്, മേ ബി അതുകൊണ്ടായിരിക്കാം. പക്ഷേ ബസ്സും ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട് സീറ്റിലായിരുന്നു വെച്ചാൽ നല്ല രസമുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഏരിയ ആണെങ്കിലും നമ്മൾ മൂന്നാർ വൈബുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോ മതി. ഇപ്പൊ വേറെ ഇരിക്കുന്നു.
കുട്ടിക്കോ ഉണ്ണേക്കും വിടാം 200 രൂപയാ. ഒരു മണിക്കൂറേ ഉള്ളൂ. ഇതിന്റെ കളർ ഇങ്ങനെ ഉള്ളത് കൊണ്ട് അതിന്റെ പേരിങ്ങനെ. ഇറങ്ങത്തില്ലായിരിക്കും അല്ലേ? ഇവിടെ ഇറങ്ങും. ഋഷി ഫോട്ടോ എടുക്കാം. അത്ര 200 മീറ്റേഴ്സ്. അങ്ങോട്ട് വിടത്തില്ലല്ലേ ഇപ്പൊ? പൊളി. ഹാപ്പിയാണോ? കൊള്ളാം. തണുപ്പ്, ഒടുക്കത്തെ തണുപ്പ്. ഞാനിന്ന് മോർണിംഗ് പീരീഡ്സ് ആയി. ആക്ച്വലി നമ്മൾ രണ്ടുപേരും കൂടി ഇറങ്ങാനാണ് പ്ലാൻ ചെയ്ത് വന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. തണുപ്പ് എനിക്ക് ബെയർ ചെയ്യാൻ പറ്റത്തില്ല. ഋഷിക്ക് തണുപ്പ് എത്ര വേണമെങ്കിലും സഹിക്കാൻ പറ്റുന്നതാണോ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഭയങ്കര തണുപ്പായിരിക്കും. അത് നമ്മൾ ഉച്ചയ്ക്ക് വന്നിട്ടില്ലേ, 2 മണിക്ക് വന്നിട്ട് വെളുപ്പിന് ഈ ടൈം ആണെങ്കിലും ഇപ്പം 4 മണിയായി. ഈ വെള്ളത്തിന് എപ്പോഴും വരെ തണുപ്പായിരിക്കും. പക്ഷെ എന്നാലും വെയിലുണ്ടായിരുന്നു ഏതൊക്കെയോ സ്ഥലത്ത്. കിട്ടില്ല ടീപ്പൊടി. ഋഷി പാലരുവി ട്രെയിനിൽ ഇഷ്ടം പോലെ യാത്ര ചെയ്ത ഒരു പാസഞ്ചറാ. നമുക്ക് കാണാൻ പോവാം. ക്രിസ്മസ് വന്നു ഗൈസ്. നമ്മളെ വെൽക്കം ചെയ്യാണോ? ട്രിപ്പിൾ 4 എന്ന് പറയുന്നു. Happy birthday to you. Mama paadu. Birthday to you. Happy birthday dear Monguttan.
റെഡ് വെൽവെറ്റ് ആയിരുന്നു.